ആരാണാവോ എത്തിയിരിക്കുന്നത്? ഭൂതമോ രക്ഷസോ പ്രേതമോ? ഈയിടെയായി ബാധകളെ ഒഴിപ്പിക്കല് തന്നെയാ നിന്റെ ജോലി. അറുകൊലയും രക്ഷസും ഒക്കെ അപകടകാരികളാ. അമ്മയൊന്നും മിണ്ടാതിരിക്കൂ. ഒരു ബാധയ്ക്കും എന്നെ ഉപദ്രവിക്കാനാവില്ല. മന്ത്രവാദി, അത്താഴൂണ് കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന പെണ്ണ പെട്ടെന്ന് എണ്ണീറ്റ ചാടി തുള്ളാൻ തുടങ്ങിയത്. മണിമംഗലത്തെ? അതേ കുഞ്ഞെ, മണിമംഗലത്തെ കേശവൻ നായരാ ഞാൻ. എന്റെ മകളാ ഭാനുമതി. ഞാനിതാ വരുന്നു. ഇങ്ങോട്ട് കയറിക്കൂ. മനസ്സില്ല. എടോ മന്ത്രവാദി, താനെന്നെ എന്ത് ചെയ്യാനാ ഭാവം? നീ ആരാണെന്ന് പറയൂ. പറയില്ലടാ, നിന്റെ മന്ത്രത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിർത്തണം മന്ത്രം. കളത്തിലേക്ക് കയറ്. കളത്തിലേക്ക് കയറാൻ. ഈശ്വര, നീ ആരാ? ഞാൻ രക്ഷസ. നീയല്ലേ മുമ്പൊരിക്കൽ കരിമ്പൂച്ചയെ വന്നത്? അതെ. വാചം അപ്സരസ് ഏതാടാ? അത് മണിമംഗലത്തെ കേശവൻ നായർ അദ്ദേഹത്തിന്റെ ഒറ്റപുത്രിയാ. സൗന്ദര്യം പോലെ തന്നെ ആ സ്വഭാവവും. എന്താകുന്ന? ഞാൻ കല്യാണം ആലോചിച്ചാൽ അങ്ങനെ പോലുള്ള ഒരാൾക്ക് കേശവൻ നായർ അദ്ദേഹം പെണ്ണിനെ തരുവോ? ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ ആട്ടെ. ഞാനൊരു രക്ഷായന്ത്രം തരാം. അത് ധരിച്ചു കഴിഞ്ഞാൽ ഒരു ബാധയും വിളയിച്ചില്ല. അതുകൊണ്ട് ഞാൻ മണിമംഗലത്തേക്ക് വരാം. അയ്യോ, അതൊക്കെ ബന്ധപ്പാടല്ലേ. ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പിതൃക്കളെ, ഗരുഡ ഭഗവാൻ, എന്റെ മകന്റെ മനസ്സിന് ബലം നൽകണേ. കുമാര, നീ ധ്യാനിക്കുകയാണോ കിനാവ് കാണുകയാണോ? ഞാൻ
ക്ഷിപ ഓം സ്വാഹ. ഗരുഡ ഭഗവാനെ, പിതൃക്കളെ, ഈ അഗ്നിപരീക്ഷയിൽ വിജയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇവനെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? നാണിക്കുട്ടി, നാണിക്കുട്ടി. ആരാ അത്? ഓ, എന്താ കുഞ്ഞെ? നാണിക്കുട്ടി എന്ന് വിളിക്കൂ, ഒരു കാര്യം പറയാനാ. അവിടുന്ന് ഇപ്പോ പുത്തൂർ തറവാട്ടിലെ മാന്ത്രികനാ. ഈ സമയത്ത് നാണിക്കുട്ടിയെ... അമ്മേ, അങ്ങ് പോയാട്ടെ. നിന്നെ ഒന്ന് കാണണമെന്ന് മോഹമുണ്ടായി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടാവാത്ത മോഹം ഈ പാതിരാത്രിയിൽ ഉണ്ടാവാൻ കാരണം എന്താ അങ്ങുന്നേ? എന്നെ പുത്തൂർ തറവാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനാണോ വന്നത്? നീ വിളക്കടച്ചിട്ടു. അങ്ങുന്നിന്റെ രോഗം എനിക്ക് മനസ്സിലായി. പക്ഷെങ്കിൽ മരുന്ന് തരാൻ എനിക്ക് വയ്യ. അങ്ങുന്ന് വേറെ ആളിനെ നോക്കിയാട്ടെ. കൃഷ്ണപ്പരുന്നിനെ പേടിച്ചാണോ? കൃഷ്ണപ്പരുന്ത് ശരീരത്തില് കൊത്തു, ചങ്ക് വെട്ടി നുറുക്കില്ലല്ലോ. നാടറിയ എനിക്കൊരു മുണ്ട് തരാമോ? ഇവിടെ ഒരു ചരട് കെട്ടാൻ പറ്റുമോ? എങ്കിൽ ഈ ശരീരം അവിടത്തേക്ക് വിട്ടുതരാം, എന്നേക്കുമായി. എടി മീനാക്ഷിയെ, എടി മീനാക്ഷി, അങ്ങോട്ടൊന്ന് എണീര്. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. നിങ്ങൾ ഉറങ്ങത്തുമില്ല, മനുഷ്യർ ഉറക്കത്തുമില്ല. പാതിര കഴിഞ്ഞപ്പോ കഞ്ചാവ് തലയ്ക്ക്. തന്നിങ്ങനെ അയ്യോ, അങ്ങനെ അരുതേ. ഞാൻ അശുദ്ധമായിട്ടിരിക്കുക. എനിക്കൊന്ന് മൂന്നാ. അയ്യോ, കഥ തുറന്നു കിടക്കുക. അയ്യോ, എത്ര നാളത്തെ കുടിശ്ശികയാ തീർത്താട്ട തമ്പി. അങ്ങനെ ഗരുഡ ഭഗവാനെ, എന്റെ വ്രതം തെറ്റി. മാപ്പ്. മാപ്പ്? എന്റെ നടുവടിച്ചു വെച്ച് ഗരുഡ ഭഗവാനോട് മാപ്പ് പറയുന്നു. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഗരുഡ സേവി മന്ത്രം ഒന്നും നടത്തില്ലേ, അപകടമാണ്. കുമാര, എന്റെ കുമാര, ദൈവതുല്യനായ പപ്പുമ്മ എന്നെ കൈവിട്ടു. ആരാത്? ലക്ഷ്മിക്കുട്ടി. ഇത്തവണ കൃഷ്ണപ്പരന്തിനെ കൊണ്ട് എന്നെ തുരത്താൻ പറ്റില്ല കുമാരേട്ടാ. കുമാരേട്ടന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടില്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്നെ ഉപദ്രവിക്കണോ? ഉപദ്രവിക്കാനല്ല, കുമാരേട്ടന്റെ കൂടെ താമസിക്കാൻ വന്നതാ. പകലൊക്കെ ഞാൻ ഈ പരിസരത്ത് അദൃശ്യമായി കഴിഞ്ഞോളാം. കുമാരേട്ടനല്ലാതെ ആർക്കും എന്നെ കാണാൻ പറ്റില്ല. എന്റെ ശബ്ദവും മറ്റാരും കേൾക്കില്ല. അതിനെന്താ, തൽക്കാലം വഴിമാറും. ഞാനൊന്ന് കുളിക്കട്ടെ. മന്ത്രവാദിയുടെ സൂത്രം എന്നോടോ? കുളിക്കാൻ സമ്മതിക്കണമെങ്കിൽ സത്യം ചെയ്യണം.
സത്യം ചെയ്യണം. ആ അതെ, മരണം വരെ എന്നെ പിരിയുകയില്ലെന്ന് 3 തവണ സത്യം ചെയ്യണം. അതുവരെ അശുദ്ധം മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കുടിച്ചോളാം, നീ നിന്റെ പാട് നോക്ക്. നീ പറയുമ്പോൾ ഞാൻ കേൾക്കാം. കരയ്ക്ക്. ശരി, സത്യം ചെയ്യൂ. ഗരുഡ ഭഗവാനാണ് മരണം വരെ നിന്നെ പിരിയുകയില്ലെന്ന് സത്യം ചെയ്യൂ. 3 തവണ. ഗരുഡ ഭഗവാനാണ് എന്റെ മരണം വരെ നിന്നെ പിരികയില്ല. സത്യം, സത്യം, സത്യം. വീട്ടിൽ കയറി താമസം ആരംഭിച്ചു. ചുണ്ടി എടുക്കാതെ ഏറെ മാറ്റൂ കുമാരേട്ടാ.
വിഷബാധയേറ്റൊരു പെണ്ണിനെ കൊണ്ടുവരും. 5 തല നാഗമാ കടിച്ചിരിക്കുന്നു. എന്റെ മോളെ അമ്മേ, അമ്മച്ചി. രക്ഷയില്ലെന്ന് പപ്പു പറഞ്ഞു. കണ്ടില്ലേ, മുറ്റമെല്ലാം ആരോ തൂത്തിട്ട് പോയിരിക്കുന്നത്. അത് കുഞ്ഞിച്ചിരുതായിരിക്കും. അതല്ലേ അതിശയം. കുഞ്ഞിച്ചിരുത ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, കുട്ടത്തിൽ താരാണ്ട് വെള്ളം കോരി വെച്ചിരിക്കുന്നു. എന്തൊക്കെ അതിശയങ്ങളാ കുമാര ഇവിടെ നടക്കുന്നത്. ഈ വീട്ടിലൊരു രക്ഷസോ മറ്റോ കേറി പറ്റിയിട്ടുണ്ട്. എന്റെ പിതൃക്കളെ, എനിക്ക് ഭയമാകുന്നു. അമ്മ ഭയപ്പെടാണ്ടിരിക്കൂ, എല്ലാം നേരെയാവും. ശങ്കുശാരേ. ഓ ഓ ഓ, ആ തേങ്ങാക്കൂട് ഒന്ന് വൃത്തിയാക്കിയിരുന്നു. ഓ രാത്രിയിൽ ഒരു പൂജ നടത്താന്. ഓ ഓം ഹ്രീം നമോ ബ്രഹ്മശ്രീരാജിതേ രാജപൂജിതേ ജയ ജയ ത്രിഭുവന ശങ്കരി ലോകം ശങ്കരി. ഓഹോ, പരിഹസിക്കുകയാണോ? ശ്രീ ഹും ഫട്ട്. നശിപ്പിക്കരുത്. വരൂ എന്റെ കൂടെ. ശരി, നീ ഇനി ഇതിനുള്ളിൽ കഴിഞ്ഞോളൂ. അവിടുത്തെ ഇഷ്ടം.